ഹായ്, ദിസ് ഈസ് മീ ഷാരി കണ്ണൻ. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നറിയോ? നമുക്കൊരു വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എടുത്ത് വെച്ച വീഡിയോ അല്ല, കുറച്ച് നാളായിട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇങ്ങനെ കിടക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ മക്കളെ തന്നെ മേമയുടെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ മുള്ളൂർക്കരയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്കാണ് പോണത്. നമുക്ക് നാളെ തൃപ്രയാറാണ് കേട്ടോ വർക്ക്. അപ്പോൾ ഇന്ന് ഞാൻ മീനുവിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അവിടെ നിന്നിട്ട് നാളെ അവിടെ അടുത്ത് തന്നെയാണ് വർക്ക്. അപ്പോൾ അവിടെ നിന്ന് വർക്കിന് പോകാനായിട്ടാണ് കേട്ടോ. അപ്പോൾ പിള്ളേരേനെ പകൽ ഏട്ടൻ്റെ അമ്മ ജോലിക്ക് പോവും. അപ്പോൾ പിള്ളേരെ മേമേരെ അടുത്താക്കിയിട്ട് പോകാനാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മേമയുടെ വീട്. അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചപ്പോൾ ഉണ്ണികളേനും കൂടിയും പോണ വഴി ആക്കിയിട്ട് പോകാനെന്ന് വെച്ചിട്ടാണ്. ചെറിയ ആളേനെ മാത്രമേ ഞാൻ കൊണ്ടുപോകണുള്ളൂ. അപ്പോൾ ചെറിയ ആളേനെ എൻ്റെ അമ്മ നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണേ. അപ്പോൾ അത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ വർക്കിന് പോകുമ്പോൾ കുട്ടികൾ കരയില്ല എന്നൊക്കെ. അവർക്ക് അതൊക്കെ ഒരു ശീലമായിട്ടോ. അവരങ്ങനെ വാശി പിടിക്കൊന്നുമില്ല. അവർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തിയ സമയത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു. ഞാൻ പെട്ടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്രാവശ്യം പോകുമ്പോൾ എൻ്റെ കയ്യിൽ ട്രോളി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രോളി വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ബാഗ് മാത്രം, എൻ്റെ പുറത്ത് ഇടാൻ പറ്റിയ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ണിയും അത് കാരണം വലിയ സീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ കയറി ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പോൾ ഉണ്ണിക്ക് വിശന്നപ്പോൾ പാല് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഫീഡിങ് ബോട്ടിൽ. അവന് ദോശ വാങ്ങി കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ മസാല ഉണ്ണിക്ക് കൊടുത്തില്ല. കാരണം മസാല നമുക്ക് എത്രത്തോളം വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് കാരണം ദോശ മാത്രമാണ് ഉള്ളി കൊടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ ബസ്സിൽ കയറി ഞങ്ങൾ. അപ്പോൾ അവൻ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ബസ്സിൽ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ബസ്സിൽ നിന്നിട്ട് അപ്പുറത്ത് കിടക്കണ ബസ്സിലുള്ള ആൾക്കാർക്കൊക്കെ അച്ചാച്ച അമ്മമ്മ എന്നൊക്കെ വിളിച്ച് ടാറ്റ കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തില്ല. ഞാൻ നോക്കുമ്പോൾ ബസ്സിലെല്ലാവരും ഇവന് ടാറ്റ കൊടുക്കുന്നു. അപ്പോൾ ആ മോശമല്ലേ, അവർക്ക് എങ്ങനെയാണ് ഇഷ്ടമുണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ. അത് കാരണം ഉണ്ണീനെ മാത്രം എടുത്തോളൂ കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ വീട്ടിൽ പോയിട്ട് ഉണ്ണീനെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് എനിക്ക് ഇന്ന് തന്നെ തൃപ്രയാർക്ക് പോകണം കേട്ടോ. കാരണം നാളെ പുലർച്ചെ ഒരു 6 മണിയാകുമ്പോൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തണം. അപ്പം മീനുവിൻ്റെ വീടിൻ്റെ അടുത്താണ് ബ്രൈഡിൻ്റെ വീട്. അപ്പം ഞാൻ ദാ ഉണ്ണീനെ വീട്ടിലാക്കി എനിക്ക് തൃപ്രയാർക്ക് പോകാൻ ബസ് കയറാൻ വന്നേക്കാണ് കേട്ടോ. ഇനി എനിക്ക് അവിടെ സന്ധ്യേച്ചി ഉണ്ട് കേട്ടോ. സന്ധ്യേച്ചി ചെന്നിട്ട് ത്രെഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ത്രെഡ് ചെയ്യാറില്ല, സെൽഫായിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടിൽ കാണാം കേട്ടോ.